ഫ്രണ്ട്സ്, നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് കല്ലുത്തിപ്പാറ ക്ഷേത്രം. മുകളിലാണ്. അപ്പൊ ഇന്ന് സാരുട്ടന്റെ പിറന്നാളാണ്. അപ്പൊ ഞങ്ങളിന്ന് അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് കുന്നംകുളം അടുത്തുള്ള കല്ലുത്തിപ്പാറ അല്ലേ, കല്ലുത്തിപ്പാറ അമ്പലത്തിലാണ്. അതായത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ചൂണ്ടൽ ടു ഗുരുവായൂർ റോഡില്. അതായത് ചൂണ്ടലിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ടാനശ്ശേരി റോഡ്, ഒരു 1.7 കിലോമീറ്റർ കൂടെ ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രമെത്തി. ക്ഷേത്രത്തിൻ്റെ പുറത്ത് തന്നെ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട്. കാൽ കഴുകി വേണം അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. റൈറ്റ് സൈഡിലായിട്ട് തന്നെ നമുക്ക് വഴിപാട് കൗണ്ടർ കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വഴിപാടിന് റെസിപ്റ്റ് ആക്കാം. ക്ഷേത്രത്തിൻ്റെ 3 സൈഡുകളും കരിങ്കൽ പാറകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിനകത്തുള്ള ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ക്ഷേത്ര ഭാരവാഹികളുടെ പെർമിഷനോട് കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. റൈറ്റ് സൈഡിലൂടെ നമുക്ക് ഈ ക്ഷേത്രത്തിനെ ചുറ്റിയിട്ടുള്ള പാറയുടെ മുകളിലേക്ക് കയറാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഒരിക്കലും പറ്റാത്തൊരു ചെറിയ കുളവും നമുക്കിവിടെ കാണാം. കുറച്ചുകൂടെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ കൃഷ്ണൻ്റെ കാൽപാദം പതിഞ്ഞു എന്ന് പറയപ്പെടുന്ന സ്ഥലം കാണാം. അപ്പോൾ ഇവിടെയാണ് ഭഗവാന്റെ കാൽപാദം പതിഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം. ഫ്രണ്ട്സ്, നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് കല്ലുത്തിപ്പാറ ക്ഷേത്രം. നമ്മളെ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള പാറയുടെ മുകളിലാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അമ്പലം ഇഷ്ടപ്പെട്ട? പാറക്കല്ലിന്റെ മുകളിലാണ്. ക്ഷേത്രത്തിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, അമ്പലത്തിൻ്റെ പുറത്ത് നമുക്ക് ചെറുതായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു റീലൊക്കെ എടുത്ത് പുറത്തുനിന്ന് അപ്പോൾ നമ്മളിവിടുന്ന് ഷൂട്ട് ചെയ്ത ചെറിയൊരു റീലിൻ്റെ പോർഷനാണ് നമ്മളിതിൽ പ്ലേ ചെയ്തത്. ഫുൾ പാട്ട് പ്ലേ ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജിലോ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ അമ്പലത്തിലത്തെ പായസമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചെടപ്പാളിക്ക് പോകുകയാണ്. അല്ല, നമ്മൾ പോയി. അപ്പോൾ ഞാൻ അവിഷ്ണവിന് കൊടുക്കാം. സാറിൻ്റെ ബർത്ത്ഡേ ആയിട്ട് അമ്പലത്തിൽ പോയതാണ്. അമ്പലത്തിൽ നിന്ന് പാറയുടെ മുകളിൽ കയറി
ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഊഞ്ഞാലൊക്കെ ആടി. അപ്പോൾ പിന്നെ നമ്മൾ എടപ്പാളിക്ക് പോയി പായസമൊക്കെ കഴിച്ചു. കുറേ പായസമൊക്കെ കിട്ടി. ഞങ്ങൾ രണ്ടാളും കുറേ തിന്ന്. ഇവിടെ കുറേ വീടും തോടും കുളവും ഉണ്ട്. അതിൽ ഫുള്ള് മീനും ഉണ്ട് കേട്ടോ ഗൈസ്. ഒരു കുളം ഉണ്ടായിരുന്നു, അതിൽ ഫുള്ള് മീൻ ബ്രാലൊക്കെ ഉണ്ട് ഗൈസ്. പുലിവാഹ, പള്ളത്തി, കരിപ്പിടി ഇതൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. Happy birthday to you. Happy birthday to you. Happy birthday Sarang. Happy birthday to you. Wow. ഫ്രണ്ട്സ്, അപ്പോൾ സാരത്തിനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതായത് സ്റ്റണ്ട് കാർ. സാരത്തെ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് ഇത് സ്റ്റണ്ട് കാർ, ഇതിൽ മിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, നീ എടുക്കുന്നുണ്ടേ, മിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. അതേപോലെ 4-5 ഡയറക്ഷനിൽ ഇത് സഞ്ചരിക്കും.